വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹോണ്ട CB350 ആയിട്ടാണ്. എന്നോട് പലരും ചോദിച്ചു ഇതിൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ചെയ്തുകൂടെ എന്നുള്ളത്. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഈ 3.5 കൊല്ലം കൊണ്ട് വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും സർവീസ് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും ഒരു ഹോണ്ട CB350 എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചിട്ടാണ്. നല്ലൊരു റിഫൈൻഡ് എഞ്ചിനാണ്. ക്ലച്ചിൻ്റെ സൈഡാണെങ്കിൽ കൂടി ക്ലച്ച് ആക്ച്വലി നല്ല ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. 350cc സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയും റൈഡിങ് കംഫർട്ട് ആണെങ്കിലും വൈബ്രേഷൻസ് ഒന്നും ഒരു തരി പോലും ഇല്ല എന്ന് തന്നെ പറയണം. നമ്മൾ എത്ര ഹയർ RPMൽ പോയാലും എനിക്ക് അങ്ങനെ വൈബ്രേഷൻസ് ഒന്നും ഇതുവരെ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ക്രോമിൻ്റെ വലിയ ഫാനല്ല, പക്ഷേ ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ക്രോം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഗ്രീനിൽ തന്നെ കിട്ടും. ഞാൻ ഈ വണ്ടി കൂടുതലും ഹൈവേ ടൂറിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കാറ്. ഇത് നല്ലൊരു ഹൈവേ ടൂറാണെന്നുള്ളത് എടുത്ത് തന്നെ പറയണം. എത്ര ലഗേജ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ കൂടുതലും ഹാർഡ് ലഗേജസ് ആണ് യൂസ് ചെയ്യാറ്. പാനിയസ് ആണെന്നുണ്ടെങ്കിലും ടോപ്പ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും എനിക്കൊരു ടാങ്ക് ബാഗ് ഉണ്ടാവാറുണ്ട്. വണ്ടി ഫുള്ളി ലോഡാക്കി വെച്ചാലും ഒരു തരി വൈബ്രേഷനോ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 32 to 34 ആണ് സിറ്റി യൂസിൽ കിട്ടുന്നത്. നേരെ മറിച്ച് ഹൈവേ ആണെന്നുണ്ടെങ്കിൽ ഒരു 46+ ഒക്കെ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ ഒരു തവണ ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിക്ക് പോകുന്ന വഴിക്ക് എക്കോണമി പിടിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു 80 തന്നെ പിടിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നിയർലി ഒരു 52 ഒക്കെ ആവറേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹൈനസിൻ്റെ ഗ്രൂപ്പിലൊക്കെ പലർക്കും 50+ ഒക്കെ കിട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ അപൂർവമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് നമ്മുടെ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും. ഞാൻ അത്യാവശ്യം കൈ കൊടുത്താണ് ഓടിക്കാറ്. ഹൈവേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 90-100 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് എപ്പോഴും പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 45+ എന്നൊക്കെ പറഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഈ ബൈക്ക് ഇപ്പോൾ 21,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടും ചെയിൻ സ്പ്രോക്കറ്റ് ഇപ്പോഴും ഞാൻ മാറിയിട്ടില്ല. ലാസ്റ്റ് ദിവസം ഞാനൊരു 6 months ബാക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ആയി എന്നുള്ളതാണ്. ചെയിൻ സ്പ്രോക്കറ്റ് ചിലപ്പോൾ ഈ അടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാൽ കൂടിയും ഇനിയും ഒരു 2,000-3,000 കിലോമീറ്റേഴ്സ് സുഖമായിട്ട് ഓടും. ഹോണ്ട CB350 എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വണ്ടി എന്ന് പറയാനില്ല. ലോങ് സ്റ്റോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സമയമെടുക്കും വണ്ടി കയറി വരാനായിട്ട്. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തത് ഞാൻ ഇതിൻ്റെ അകത്ത് BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം വണ്ടിയുടെ മിഡ് റേഞ്ചിൻ്റെ ഫീൽ തന്നെ അങ്ങ് മാറി. വണ്ടി കൈ കൊടുത്ത് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. RPM മീറ്റർ ഇല്ലാത്തത് എനിക്ക് ചെറിയൊരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ BMCയുടെ ഫിൽട്ടർ വെച്ചതിന് ശേഷം ഓരോ ഗിയറിലും RPM റേഞ്ച് മാറിയിട്ടുണ്ട്. നല്ലപോലെ വണ്ടി കയറും. തേർഡ് ഗിയറിലൊക്കെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പൊതുവേ CB350 ഒരു ബോറിംഗ് നേച്ചർ ഉണ്ട്. അത് ഈ BMCയുടെ എയർ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം നമുക്ക് വണ്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് വരുന്നത് നിയർലി 6,200 rupees ആണ്. നമുക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനാണ് വണ്ടിയുടെ മിറേഴ്സ്. CB350 വരുന്ന സ്റ്റോക്ക് മിറേഴ്സ്, അതിപ്പോൾ RS ആയിക്കോട്ടെ ഹൈനസ് ആയിക്കോട്ടെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള CB350 ആയിക്കോട്ടെ, മൂന്നിൻ്റെ മിറേഴ്സ് അത്രയ്ക്ക് യൂസ്ഫുൾ അല്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. കാണുമ്പോൾ റൗണ്ട് ക്രോം മിറേഴ്സ് ആണ്, കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ കൂടുതലും ഹൈവേ റൈഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിററിൻ്റെ പേർപ്പസ് സെർവ് ചെയ്ത് ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടിയുടെ മിറേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഹോണ്ട CB300R മിറേഴ്സ് ആണ്. പിന്നെ ഞാൻ അത്ര ക്രോം ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മിറേഴ്സ് കൂടാതെ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർസ് ഭയങ്കര ഷോർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കരുതി എനിക്ക് ടൂറിംഗ് ഹാൻഡിൽ ബാർ വേണം എന്നുള്ളത്. ഞാൻ വണ്ടി വാങ്ങിയിട്ട് ആദ്യം ചെയ്തൊരു മോഡിഫിക്കേഷനാണ് ഹാൻഡിൽ ബാർ. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൻ്റെ ടൂറിംഗ് ഹാൻഡിൽ ബാർസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ക്ലച്ച് കേബിളോ ആക്സിലേറ്റർ കേബിളോ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ക്ലച്ച് കേബിൾ മാത്രം ഒന്ന് റീറോട്ട് ചെയ്ത് വിട്ടു എന്ന് മാത്രം. ഇങ്ങനത്തെ ഒരു ടൂറിംഗ് ഹാൻഡിൽ ബാർ നിങ്ങൾ കുറേയൊക്കെ ടൂറിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ ഈ ബൈക്ക് എന്ന് പറയുന്നത് ഡീലക്സ് വേരിയൻ്റ് ആണ്. അന്ന് ഗ്രീൻ കളർ ഡിലക്സ് വേരിയൻറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിലക്സ് പ്രോയിൽ എനിക്കറിയാവുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ബ്ലൂടൂത്ത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൊബൈൽ ഫോൺ മൗണ്ട് മേടിച്ചു. അപ്പോൾ ഫോൺ ഞാനിവിടെ മൗണ്ട് ചെയ്യും. ഞാൻ അതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് ഇൻ്റർകോം കൂടി മേടിച്ചു. കോൾ വരുമ്പോൾ ബ്ലൂടൂത്ത് ഇൻ്റർകോം വഴി എനിക്ക് കോൾ ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൺ മൗണ്ട് ചെയ്യുന്ന കാരണം ആരാണ് വിളിക്കുന്നതൊക്കെ അതിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ബ്ലൂടൂത്ത് ഫീച്ചറിന് വേണ്ടി ആരും ഡിലക്സ് പ്രോ എടുക്കണം എന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ വണ്ടിയുടെ ക്രാഷ് കാർഡ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈനസ് അല്ലെങ്കിൽ RS എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ക്രാഷ് കാർഡ്സ് നിങ്ങൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളത് തന്നെ പറയണം. നിങ്ങളുടെ വണ്ടി ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ ടാങ്കൊക്കെ സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതുകൊണ്ട് സന എന്ന ബ്രാൻഡിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സനയുടെ ക്രാഷ് കാർഡ്സ് കൊണ്ട് അത്യാവശ്യം ഓഫ് റോഡ്സൊക്കെ പോയിട്ട് 1-2 തവണ വീണിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും വണ്ടി സേഫാണ്, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ക്രാഷ് കാർഡ്സിൻ്റെ കൂടെ ഐ വുഡ് റെക്കമെൻഡ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡ് ഗാർഡ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലീവേഴ്സും സേഫ് ആയിരിക്കും. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി തീരെ കുറവാണെന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഒരു പെയർ ഫോക്സ് ലാംപ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 വർഷം തന്നെ പഴക്കമുണ്ട്. ഇത് മാഡ് ഡോഗിൻ്റെ പഴയ മോഡലാണ്, സ്കൗട്ട് എന്ന് പറഞ്ഞ സീരീസാണ്. ഇപ്പോൾ സ്കൗട്ട് X എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 LED ഉണ്ട്, ഇതിലാകെ 3 LED വരുന്നുള്ളൂ. ലൈറ്റിൻ്റെ പെർഫോമൻസ് ഞാൻ ആക്ച്വലി വളരെ ഹാപ്പിയാണ്. ഹൈവേസിലൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി എനിക്ക് ഈ ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഫോഗ് ലാംപ്സ് കൂടുതലും ഹൈവേ റൈഡ്സിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മാഡ് ഡോഗിൻ്റെ കൂടെ ഒരു കവർ വരുന്നുണ്ടായിരുന്നു. ആ കവർ ഏതൊരു മിടുക്കൻ വന്ന് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി. ആ ഒരു ഡേ ടൈമിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലി നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഹോണ്ട CB350 അതിപ്പോൾ ഹൈനസ് ആയിക്കോട്ടെ RS ആയിക്കോട്ടെ
ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നതായിരിക്കും ഇതിൻ്റെ ചെളി തെറിക്കുന്നത്. ഇന്നിപ്പോൾ ഷോറൂമിൽ തന്നെ മഡ് ഗാർഡ് എക്സ്റ്റൻഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ കാർബൺ റേസിംഗ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. വണ്ടി എടുത്ത സമയത്ത് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 കൊല്ലം എത്തി, കുഴപ്പമൊന്നുമില്ല. ബാക്കിലേക്ക് വരുമ്പോൾ RX100 ഒരു മഡ് ഫ്ലാപ്പ് ഞാൻ ഫെവിക്വിക്ക് വെച്ചത് ഫിക്സ് ചെയ്തിരിക്കുന്ന 3.5 കൊല്ലമായി, യാതൊരു കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെളി അടിച്ച് കയറുന്നത് ശരിക്കും നിൽക്കും. ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ള ഇതിൻ്റെ ഫ്രണ്ട് ടയർ വോബ്ലിംഗ് ആണ്. എനിക്കൊരു 2000 കിലോമീറ്റേഴ്സ് എത്തിയപ്പോൾ ഇതിൻ്റെ വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടായതാണ്. അന്ന് ഞാൻ ഇട്ടിരുന്ന ടിംസൺ എന്ന ബ്രാൻഡിൻ്റെ ടയേഴ്സ് ആയിരുന്നു. 3 years ബാക്ക് ഈ 190-19 അധികം ബ്രാൻഡ്സും ഉണ്ടായിരുന്നില്ല. എൻ്റെ അറിവിൽ അന്ന് MRF-ഉം C8 മാത്രമാണ് 190-19 ടയേഴ്സ് അവൈലബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കുറേ പ്രീമിയം ടയേഴ്സ് ആയിരുന്നു, ഹാർലി ഡേവിഡ്സൺ ഒക്കെ വരുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ടിംസൻ്റെ ടയർ ഞാൻ അന്ന് വാങ്ങിച്ചത് ഒരു 4500 റുപ്പീസിനായിരുന്നു. അന്ന് വാങ്ങിക്കുമ്പോഴേ 2018 മോഡൽ ടയറാണ് ഞാൻ വാങ്ങിയിട്ടത്. ആ മാറിയ ടിംസൻ്റെ ടയേഴ്സ് ഒരു 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 6 years പഴക്കമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി കൺസേൺ കാരണം ഞാൻ ഓർത്ത് ഫ്രണ്ട് ടയർ എന്തായാലും റീപ്ലേസ് ചെയ്യാന്നുള്ളത്. ആ കൂട്ടത്തിൽ ഞാൻ ബാക്ക് കൂടി റീപ്ലേസ് ചെയ്തു. റേസിൻ്റെ ട്രെയിൽ R സീരീസ് വരുന്ന ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 50-50 ടയേഴ്സാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡ്സും പോകാം, ഹൈവേസിലും പോകാം. ഹൈവേസിൽ ഞാൻ അധികം പോയിട്ടില്ല, പക്ഷെ പോയിടത്തോളം റോഡ് നോയ്സ് കുറെ കൂടി കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. അതിന് മെയിൻ കാരണം ഇതിൻ്റെ ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 years ആയി ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇത്രയധികം കസ്റ്റമേഴ്സ് ഈ ടയറിൻ്റെ ഇഷ്യൂ ഒരു കൺസേൺ ആയിട്ട് പറയുമ്പോൾ എനിക്കറിയില്ല ഹോണ്ട എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ MRF തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾ MRF പോയിട്ട് ടയർ റീപ്ലേസ് ചെയ്ത് കിട്ടിയാലും അഗെയിൻ ഒരു 3000-4000 അല്ലെങ്കിൽ ചിലപ്പോൾ 5000 കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും ഈ വോബ്ലിംഗ് വരും. അപ്പോൾ യു വിൽ ബി ഫോഴ്സ്ഡ് ടു ചേഞ്ച് ദ ടയർ. അപ്പോൾ അത് ആദ്യമേ നല്ലൊരു ബ്രാൻഡ് ടയേഴ്സ് തന്നൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. CB350 യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അനുഭവം പറയും. പിന്നെ ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇപ്പോൾ ട്രയംഫ് ലോഞ്ച് ചെയ്തു. ട്രയംഫിൻ്റെ സ്പീഡ് 400-ഉം സ്ക്രാംബ്ലർ 400-ഉം ഒരു ബഡ്ജറ്റ് ട്രയംഫ് എന്ന് പറയാനുള്ള ഒരു വണ്ടി. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ എന്തോരം ഷോറൂംസും സർവീസ് സെൻറ്റർ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഹോണ്ടയ്ക്ക് ഇപ്പോഴും സർവീസ് സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ എണ്ണത്തിൽ കുറവാണ്. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്പെയർ പാർട്സ് നമുക്ക് പുറത്ത് കിട്ടില്ല. നേരെ മറിച്ചൊരു റോയൽ എൻഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതൊരു പ്ലസ് പറയേണ്ടത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഈ വണ്ടി തന്നെ നിങ്ങൾ എടുത്തു. ഒരു 3.5 years കഴിഞ്ഞു. എനിക്ക് ഷോറൂമിൽ സർവീസിന് കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് പുറത്ത് പരിചയമുള്ള നല്ല ഗറാജിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷേ ഈ പ്രോബ്ലം ഇസ് നമുക്ക് ഇതിൻ്റെ സ്പെയർസ് ഒന്നും പുറത്ത് കിട്ടത്തില്ല. ബിഗ് വിങ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവിടെ സ്പെയർ മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻസ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. പിന്നെ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് പെയിൻറ്റ് ചിപ്പ് ചെയ്ത് പോകുന്നത്. എൻ്റെ വണ്ടിയിൽ ഈ ഫ്രണ്ട് ഫോക്സിൽ കാണുന്ന ഈ പെയിൻറ്റ് ചിപ്പ് ഓഫ് മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പലർക്കും എഞ്ചിൻ ഹെഡിലും എഞ്ചിൻ സൈഡിൽ നിന്നൊക്കെ പെയിൻറ്റ് ചിപ്പ് ഓഫ് ചെയ്ത് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ എനിക്ക് ഹോണ്ടയുടെ സൈഡിൽ നിന്ന് ക്വാളിറ്റിയിൽ ചെറിയൊരു വീഴ്ച വന്ന പോലത്തെ ഒരു ഫീൽ അതൊക്കെ കാണുമ്പോൾ. ഫസ്റ്റ് ലോട്ടിൽ വന്ന വണ്ടികളൊന്നും ഈ ഒരു ഇഷ്യൂ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടുള്ള സ്പെയർസിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞുതരാം. ആദ്യം പറയാനുള്ളത് എൻ്റെ ക്ലച്ച് കേബിളാണ്. ക്ലച്ച് കേബിളിന് ഓൾമോസ്റ്റ് ഒരു 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. നിയർലി 200 റുപ്പീസ് സംതിങ് എന്തോ ആണ് കേബിൾ റേറ്റ് വന്നത്. പിന്നെ അതിശയമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ഞാനൊരു 3000 അല്ലെങ്കിൽ 4000 കിലോമീറ്റേഴ്സിലാണ് മാറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ ബ്രേക്ക് പാഡ്സ് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ റെയർ ബ്രേക്ക് പാഡ്സ് അതൊരു 5000 കിലോമീറ്റേഴ്സിനാണ് മാറിയത്. റെയർ കിടക്കുന്നത് വെസ്ട്രയുടെ സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. ഫ്രണ്ട് സ്റ്റോക്ക് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ യൂസ് കൂടുതലും ഹൈവേസ് ആയതുകൊണ്ട് ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫും കുറെ കൂടി ലാസ്റ്റ് ചെയ്യും. സിറ്റി ട്രാഫിക്കിൽ നമ്മൾ പോകുന്ന പോലെ എപ്പോഴും ബ്രേക്കിൻ്റെ യൂസ് വരുന്നില്ലല്ലോ. അതൊരു റീസൺ തന്നെയാണ്. അതുകൊണ്ട് ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫ് അത്യാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെയാണ് ഈ വണ്ടിയുടെ ബാറ്ററി ഒരു 2.5 കൊല്ലമൊക്കെ ആയപ്പോൾ ഫുൾ ഡെഡ് ആയില്ല. പക്ഷേ ഞാനത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു 2 years പഴക്കമായിട്ടുണ്ട്. അതിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, എപ്പോഴും നിങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ വോൾട്ട് മീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു 13 to 14 volts എന്നൊക്കെ പറയുന്ന ഒരു ഹെൽത്തി ബാറ്ററിയാണ്. അത് കുറഞ്ഞ് 12-11 എത്തും. ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരു 12 നേരെ ഒരു 7-8 ഒക്കെ എത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബാറ്ററി വീക്കായി തുടങ്ങി എന്നുള്ളതാണ്. അടുത്തുള്ള ഏതെങ്കിലും ബാറ്ററി ഷോപ്പിൽ കൊണ്ടുപോയി ബാറ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. എൻ്റെ സ്റ്റോക്ക് ബാറ്ററി ഇതേപോലെ ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 12 നേരെ 7 വന്നായിരുന്നു. അതൊരു 2-3 പ്രാവശ്യം കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ ഹൈവേ റൈഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ബാറ്ററി ഷോപ്പിൽ പോയി അവിടെ ചെന്ന് ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഓരോ സെല്ല് വീക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഓടും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബാറ്ററി മാറാണ് ചെയ്തത്. പലരും ചിലപ്പോൾ വടിയിലേക്ക് കിടന്നിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ ബാറ്ററിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വീക്കായി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നേരെ കൊണ്ട് റീപ്ലേസ് ചെയ്യിക്കാം. എനിക്ക് വന്നൊരു ചിലവ് എന്ന് പറഞ്ഞാൽ നിയർലി 900 സംതിങ് ആയിരുന്നു എക്സ്ചേഞ്ച് അടക്കം. ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് ആമറോൺ ആണ്. എൻ്റെ 1-2 ഫ്രണ്ട്സ് റീസെൻ്റ്ലി മാറിയത് എക്സൈറ്റിൻ്റെ ആണ്. അവർക്ക് നിയർലി ഒരു 1500 to 2000 റുപ്പീസ് ആയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വണ്ടി ആക്ച്വലി ഒരു റിലയബിൾ ബൈക്ക് തന്നെയാണ്. ഇങ്ങനത്തെ ചെറിയ 1-2 കൺസേൺസ് ഉള്ളതല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5'7", 5'8" വരെയുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. 5'9" and above ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വണ്ടി ഒരു ചെറിയ വണ്ടി പോലെ ഫീൽ തോന്നുമായിരിക്കും. 3.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല എന്നുള്ളത് തന്നെ പറയണം. ഹോണ്ട ഇസ് ഹോണ്ട എന്തൊക്കെ പറഞ്ഞാൽ. ഇതേ സെയിം എഞ്ചിനിൽ ഒരു അഡ്വഞ്ചർ ബൈക്ക് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ 1 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് ഹൈനസ് അല്ലെങ്കിൽ ഒരു RS ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് ഹോണ്ട CB350 കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.
ഹോണ്ട CB350 എൻ്റെ ഒരു 3.5 years യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.